ഓക്കെ ഈ സമയം അബീസ് ഗെയിമിംഗ് എന്ന് പറഞ്ഞ യൂട്യൂബറാണെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് ലിങ്ക് അയച്ചു തന്നു. സോ ലിങ്ക് ഞാനാണെങ്കിൽ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ കോപ്പി പേസ്റ്റ് ചെയ്തപ്പോൾ ഇതേ പുറത്തൊക്കെ നല്ല അപ്ഗ്രേഡ് ആയിട്ടാണ്. ഡസ്റ്റ്ബിന്ന് വന്നു, കുറേ മരങ്ങൾ വന്നു. എന്നൊക്കെ ഉണ്ടോ ഈ സിറ്റി ഫുള്ള് ഇയാൾ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരാണോ അറിയില്ല. എന്നാലും അവൻ എനിക്ക് ലിങ്ക് അയച്ചു തന്നു. സോ നമുക്ക് കുറേ ചുറ്റി കാണാണ്ട്. സോ നമുക്ക് ഒരു ബൈക്ക് എടുത്ത് കാണാം. 777 എന്താ വെച്ചാൽ ഏത് ബൈക്ക് വരുന്നതെന്ന് ഞാൻ എടുക്കും. ഇതൊരു ഡുക്കാട്ടി ഡിയാവൾ അങ്ങനെ എന്തോട്ടെ ഇതിൻ്റെ പേര്. സോ നമുക്ക് എടുക്കാം. സീന് വയ്യേ ഇതെന്താ അത് വലിയൊരു കട്ടി ടയറൊക്കെ നോക്കിയേ ഇവിടെ. ഇവിടെ എന്തോ പാർക്ക് ചെയ്യാൻ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാട്ടത്. പുറത്തെടുത്ത് എന്താ ഇത് ജുറാസിക് പാർക്കിലെ മരമല്ല, അത് താഴ്ത്തി വെച്ചവര്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഡസ്റ്റ്ബിന്നുണ്ട്. ഇതൊക്കെ ഏതോ ഒരുത്തൻ ചെയ്ത് വെച്ചതാണ്. ഇങ്ങനെ ഒരു ഇതുണ്ടല്ലോ, ഇതെന്താ ഒരു RGS ടൂൾ അതിൽ കയറി ചെയ്തതാണ്. ഇതാണ് സ്കൂൾ. ദിസ് ഈസ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രില്ലിലെ സ്കൂള്. ഇതെങ്ങനെയുണ്ട് ഇവിടെ ഹൗസ് അത് സ്പോണാക്കി. എൻ്റെ ഇവിടെ കുറേ ഡിസൈനൊക്കെ സ്പോൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡിസൈനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അത് അടിപൊളിയൊക്കെ ഉണ്ട്. നമുക്ക് പോലീസ് സ്റ്റേഷനൊക്കെ ഒന്ന് കയറി നോക്കാം. എന്തൊക്കെ ഇയാൾ കാട്ടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കി വെക്കാം. നേരത്തെ അബീസ് ഗെയിമിംഗ് അല്ല കേട്ടോ ഇതുണ്ടാക്കിയത് വേറെ എഴുത്തെടുത്തനാണ്. ഇപ്പോൾ ഈ സൈഡിലൊക്കെ ഉണ്ട് ജുറാസിക് പാർക്കുള്ള ആ മരമൊക്കെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട്. എടുത്തെന്തേ കണ്ടെയ്നറാണത്. കണ്ടെയ്നറിനെ ഞാൻ ഇവിടെ എന്തോ ഫ്ലോറിൻ്റെ എടുത്ത് മറ്റേ ചെടിയില്ല പുല്ലുള്ളൊരു പച്ച കളറിൽ അതും താഴ്ത്തി വെച്ച് പാർക്കിങ്ങിനെയാ ടയലിട്ട് കഴിഞ്ഞാൽ പിന്നെ പാർക്കിങ് കാണാൻ പറ്റുമല്ലോ. ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ട. എൻ്റെ അമ്പോ പോലീസ് സ്റ്റേഷൻ്റെ അകത്തൊക്കെ അപ്ഗ്രേഡ് ഉണ്ടാവോ? ഇല്ലെങ്കിൽ കാണണം. ഇല്ല വെറുതെ കയറി വെക്കണം. എൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പം ഈ സിറ്റി ഫുള്ള് കുറേ കാര്യങ്ങൾ ഇത് അപ്ഗ്രേഡ് ചെയ്ത് ഒക്കെ നമുക്ക് കാണാണ്ട്. പിന്നെ ഒന്നുള്ളതായിട്ട് തോന്നുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇന്നെന്താ ഡുക്കാട് എടുത്ത് പറപ്പിച്ച് വിട്ട് എയർപോർട്ടാണ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടാ? ഇല്ല. അയ്യോ വെച്ചിരുന്ന് ഇല്ല. നമുക്ക് ബീച്ചിൻ്റെ ഇവിടോട്ടൊക്കെ പോയി നോക്കാം. ഇവിടെയൊക്കെ എന്തേലും അവൻ കാട്ടിച്ചിട്ടുണ്ടാ? ഇവിടെ ഒന്നും കാട്ടിച്ചില്ല. ഇവനതേ അപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് നേരെ പോയി നോക്കാം. എന്തേലുമൊക്കെ കാണും. കാരണം ഈ സിറ്റി ഫുൾ അപ്ഗ്രേഡ് ചെയ്താണല്ലോ പറഞ്ഞത്. സിറ്റി ഫുള്ളൊന്നുമില്ല. നമുക്ക് ഇനി അവിടെ ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഈ വഴിയിട്ട് പോവാം. ഈ ബൈക്കിന് വിചാരിച്ച അത്ര സ്പീഡില്ല. നല്ല സ്പീഡ് പറ്റിയ കവാസിയും ബുഗാട്ടിയൊക്കെ ആണെങ്കിലല്ലോ ഇങ്ങനെ പിടിച്ചാൽ കിട്ടില്ല. അമ്മാതിരി സ്പീഡാവും. ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ ഇതിങ്ങനെ ഓടിക്കാൻ അറിയില്ല തോന്നുന്നു. അമ്മച്ചേ ചത്തില. ഞാൻ ബൈക്ക് എടുക്കണില്ല. ഒരു പേട്ട ബൈക്കാണ്. നമുക്ക് നല്ല സ്പീഡിലൊരു ബൈക്ക് എടുക്കാം. 400 അടിച്ചിട്ട് ഞാൻ നിഞ്ചൻ എടുക്കാം. ZX 10R. ഓക്കെ ഇതെന്താ കയറാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പം കയറാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഞാൻ ഇവിടെ വണ്ടിയിലോട്ടൊക്കെ കയറിയിടാം. ഇനി ഈ വണ്ടി സെയിം വണ്ടി കോയിൻസൊക്കെ ഇടയ്ക്ക് കയറി വരല്ലേ. ഇതെന്താ സംഭവം? ഇതാ എയർപോർട്ട് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കത്തിച്ചങ്ങ് ഇവിടെ ആ വീടിൻ്റെ മുമ്പിലൊക്കെ അല്ലേ കുറേ ബിൽഡിങ്ങുകൾ എടുത്ത് നമ്മളെ പഴയ വീടല്ലേ. ഇതും അപ്ഗ്രേഡ് ചെയ്താ അല്ല ഗ്യാരേജിലോട്ട് കയറ്റാണ്ട് ഇങ്ങനെ വഴി ഉണ്ടാക്കി കൊടുത്തിരിക്കണേ. പിന്നെ ഇത് ഇവിടോട്ട് ഇവിടെ എന്തിനാണ് ഇവനീ കട്ട വെച്ചിരിക്കണേ? അങ്ങനത്തോട്ട് കയറാമായിരിക്കും. ഇവിടെ ലൈറ്റ് ആൻഡ് സൈൻ ബോർഡ്. വീട്ടിൻ്റെ അകത്ത് കൂടെ എന്താ സീബ്ര ക്രോസിങ് വെച്ചിരിക്കണേ. നമുക്കിത്തേ പുറത്തെന്താ സ്വിമ്മിങ് പൂളിന് പറ്റും ആൾക്കാർക്ക് കയറാനല്ലെങ്കിൽ. പിന്നെ എന്തിനാണോ നീ സ്വിമ്മിങ് പൂൾ ഉണ്ടാക്കി വെച്ചിരിക്കണേ? ഇവനെന്താണ് കാട്ടി വെച്ചിരിക്കുന്നത് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഇവിടെ ഉണ്ട് കാറ് പാർക്ക് ചെയ്യാനായിട്ട്. അതിന് നമുക്ക് ജുറാസിക് പാർക്കിനകത്ത് പോയാലോ? ഞാൻ ഡിനോസറിന് വേണ്ടിയുള്ള കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ എന്തൊന്നും എനിക്കറിയില്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. റെയിൽവേ സ്റ്റേഷൻ അപ്ഗ്രേഡ് ഉണ്ടാ? അതൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. എത്രയൊക്കെ ചെയ്തിട്ടും റെയിൽവേ സ്റ്റേഷൻ ചെയ്തിട്ടില്ലാത്തത് അതെന്തായാലും വഴി തെറ്റി. ഇതെന്താ ഒറ്റിൻ്റെ ഇത് വേറെന്തോ സംഭവങ്ങൾ അവൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ഇതെന്താണ് പലചരക്ക് കടയെ എന്തെന്താ ഉണ്ടാക്കി വെച്ചിരിക്കണ? അയ്യോ ഇതെന്താ ഇതൊക്കെ ഇതിൻ്റെ ഇടയിലോട്ട്
ആ സ്റ്റണ്ട് ഏരിയ, അത് സ്റ്റണ്ട് ചെയ്യാനുള്ള സംഭവം. അതിലോട്ട് കയറാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് പോയി നോക്കാം. ഇതിൻ്റെ അകത്ത് എന്താ, ഒരു ചെറിയ കാടാട്ടാ, അല്ലാതെ കയറിയിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ നേരെ പോയി നമുക്ക് ബൈക്ക് എടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ അയാൾ എന്തെങ്കിലും അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോയെന്ന് നമുക്ക് പോയി നോക്കാം. ഞാൻ എന്താ ഇവിടെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനൊക്കെ എത്താറായി. റെയിൽവേ സ്റ്റേഷൻ വിചാരിച്ച പോലെ തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദേ കണ്ട, എൻ്റെ അമ്പോ നല്ല പണിയെടുത്തിക്കിന് വേണി. അതിൻ്റെ അപ്പുറത്ത് എന്തുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിന് മുമ്പ് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടോട്ട് പോയി നോക്കാം. എന്താ പാർക്കിംഗ് ആണോ? ആ പാർക്കിംഗ് ആണ് തോന്നുന്നത്. ആ പാർക്കിങ് എന്തേ പാർക്കിംഗ് ആണ് തോന്നുന്നത്. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. നമുക്കിത് നേരെ ചെല്ലുകയാണെങ്കിൽ ഒരു വീടാണ് സൈഡിലത്തെ റെയിൽവേ സ്റ്റേഷനോ. ഇതിൻ്റെ അകത്ത് കൂടെ കാർ എടുക്കാത്തത് നന്നായി. കാർ എടുത്തില്ലെങ്കിൽ ഇപ്പോൾ പെട്ടു വരുന്നത്. ഇവനിത് എന്താടേ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പാടുണ്ടാവും. അഞ്ചനും ഇതിൻ്റെ ഇടയിൽ കുടുക്കിയിട്ടിങ്ങനെ. അയ്യോ, ഓ ഇയാളിപ്പോൾ നമ്മളെ കൊല്ലുമോ? എന്തായാലും ഉണ്ടാക്കിയത് നല്ല പണിയെടുത്തിക്കണേ. ഞാനൊക്കെ ആണെങ്കിൽ ശരിയായില്ലെങ്കിൽ പ്രാന്തടിച്ചിട്ട് ആലോചിക്കാൻ കൂടി വയ്യ. ഇവൻ ഈ വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആർക്ക് പോകാനാണ്? നമുക്കാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ പോകാൻ പറ്റില്ല. എൻ്റെ അപ്പുറത്തോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കട്ടെ ഇവിടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. സോ നമുക്ക് എന്തായാലും ഇത് ഫുള്ള് ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയും കാര്യങ്ങൾ ഇവ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്കിത് ട്രെയിൻ പോകാനായിട്ട് ടണൽ പോലെ, ടണലിൽ അടുപ്പിച്ചേക്കിനേക്കാളും നല്ലത് അവൻ ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും. എടുത്തെന്താ പറയുക, വെള്ളത്തിൻ്റെ ഇവിടെ എന്തൊക്കെയോ മതിൽ കെട്ടിയ എന്തിനാണ് ഈ സൈഡിലൊക്കെ ഗ്രില്ലിട്ട് കെട്ടിയിട്ടുണ്ട്. ഇതിനകത്തെന്തോ വീടാ, അതിനകത്തെന്താ വീടാണ് തോന്നുന്നത്. ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമോ? എൻട്രൻസ് ഇല്ലല്ലോ. ഇതെങ്ങനെ, ഇതെന്തോ റാമ്പ് പോലത്തെ എന്തോ സംഭവമാണ്. നമുക്ക് മതിൽ ചാടാം. നമ്മളെടുത്ത കളി. അയ്യോ, ഞാൻ അവിടെ തലടിച്ച് വീണേ. പുള്ളിക്കാണ് വീണത്. എന്തായാലും സമാധാനമായി. ഇവിടെ പിന്നെ അധികം വെള്ളമില്ല, ഇപ്പോൾ വീണെന്തെങ്കിലും ഡാമേജ് ആവും. ഓക്കെ, നമുക്ക് ഇവിടെ എന്തോ റാമ്പ് പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. അതാ ചാടി. ഓക്കെ, ഇത് നമുക്ക് വണ്ടിയൊക്കെ സ്റ്റണ്ട് ചെയ്യാനുള്ളതിന് വാട്ടറിൽ. എടാ ഇവിടെയൊക്കെ സ്റ്റണ്ട് ചെയ്യണേ, ഇതെന്താ കാട്ടുക? അയ്യോ, അതൊന്നുണ്ടായി, അതൊന്നും ശരിക്കും എനിക്ക് അറിയില്ല. എന്തായാലും നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നോക്കി നോക്കാം. അത്താ എടേ, ഇതെന്താ ഈ അറ്റത്ത് തട്ടുമ്പോൾ നമ്മൾ ഇതേ അവിടെ കിടക്കണ് കണ്ടോ? ഓക്കെ, തേക്കണ്ട. എൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് സ്നൈപ്പർ എടുത്തിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മളെ ജുറാസിക് പാർക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്ന്. ശരിക്കും ഉള്ളിലൊന്നും ചെയ്യാൻ പൊട്ടനൊന്നുമില്ല തോന്നുന്നു. ഞാൻ പൊട്ടനാണെങ്കിലോ. ഏതായാലും വെള്ളത്തിലൊരു വീട്, അതാണ് അവൻ ഉദ്ദേശിച്ചത്. അയ്യോ, ഞാൻ മിത്ത് ബസ് ചെയ്യാൻ നോക്കിയതാണ്. നിലത്തേക്ക് വെള്ളത്തിൽ ഇവിടെ ആളില്ലാത്തതുകൊണ്ടാണ് ഞാൻ മിത്ത് ട്രൈ നോക്കിയത്. ഇവിടെ ആളില്ല, അതായത് വെള്ളത്തിലിട്ട്. ഞാൻ ഇവിടെ ഇൻഫിനിറ്റി ഹെൽത്ത്. എന്തായാലും ഇതിപ്പോൾ കാരണം ഒന്നുമില്ല, ഇനി കുറേ സംഭവങ്ങൾ ഇതുപോലെ എന്തായാലും ഉണ്ട്, അതെനിക്കറിയാം. സോ അത് ഫുള്ള് നമുക്ക് എന്തായാലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റൂല, കാരണം ഒരുപാടുണ്ടാവും. സോ ഇതിൻ്റെ ഒരു പാർട്ട് 2 വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു പാർട്ട് 2 ഇടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ വരുന്നവരെ എല്ലാ മച്ചന്മാർക്കും ബൈ.